ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ധനുഷ്കോടി വ്ളോഗ് പാർട്ട് 2. ഇപ്പം നമ്മൾ നേരത്തെ പാർട്ട് 1 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ വന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ പാലക്കാട് നിന്ന് പൊള്ളാച്ചി വന്ന് പൊള്ളാച്ചിയിൽ നിന്ന് നേരെ ആനമലൈ റൂട്ട് കയറി അവിടുന്ന് ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഉള്ളിൽ കൂടെ വന്ന് മറയൂർ കയറി പിന്നെ നേരെ മൂന്നാർ പോയി അവിടുന്ന് ഇപ്പോൾ ഗ്യാപ്പ് റോഡ് വഴി ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പൂപ്പാറ എത്തിയില്ല. പൂപ്പാറയ്ക്ക് ഇനിയും കുറച്ചുകൂടി പോകാണ്ട്. അപ്പം നമുക്കിനി പൂപ്പാറ പോയി അവിടുന്ന് നേരെ ചുരം ഇറങ്ങി ബോഡി നായ്ക്കന്നൂർ വഴി തേനി പോയി അവിടുന്ന് നേരെ മധുര പിടിക്കണം. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് ടൈം ആട്ടോ ബൈക്കിൽ ഗ്യാപ്പ് റോഡ് വഴി വരുന്നത്. ഞാൻ അതിന് മുമ്പ് ഒരു 2-3 വർഷം മുമ്പ് കാറിൽ വന്നിട്ടുണ്ട്. അന്ന് ഇത്ര നല്ല വ്യൂ ഒന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ബൈക്കിൽ വന്നപ്പോൾ മോനെ ഒരു രക്ഷയില്ല. നല്ല കിടിലം റോഡും കിടിലം വ്യൂ, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഇത് കണ്ടോ, ഇവിടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴത്തെ ആനയിറങ്ങൽ ഡാമിൻ്റെ ഒരു കിടിലം വ്യൂ കാണാൻ കഴിയും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ എങ്ങനെയാണ് അത് എടുക്കാതെ പോവുക അല്ലേ? കിടിലം കാഴ്ചയാണ്, നൈസ് വ്യൂ, ഒന്നും പറയാനില്ല. മധുര. അങ്ങനെ നമ്മൾ ചുരം ഇറങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് ഇവിടെ ഈ വളവിൽ കണ്ട ഒരു പാറ നോക്കി, വലിയൊരു പാറ. ഇതിപ്പോൾ വീഴുമെന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. ഡേഞ്ചറാണ് സംഭവം കണ്ടിട്ട്, എങ്ങാനും വീണാൽ സീനാവില്ലേ. ഇത് വലിയ ചുരമാണ്, ചെറുതൊന്നുമല്ല. അവിടെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഹൈറ്റിലാണ് ഗൈസ്. നമ്മൾ ചുരം ജസ്റ്റ് ഇറങ്ങിയുള്ളേ അപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത്. ഒരുപാട് പശുക്കളായിട്ട് ഒരാൾ ഒറ്റയ്ക്ക് പോകുന്നു. തമിഴ്നാട്ടിലെ ബെല്ലാരാജിയാണ് തോന്നുന്നു കണ്ടിട്ട്. അതിൻ്റെ ഇടയിൽ ഒരു കാള അത് ഓടുന്നു, അതാ അവൻ ഓടിപ്പോകുന്നു. ഇത് മാത്രമല്ല, ഇതിന് മുന്നിൽ വേറെ ഉണ്ട് കുറേ എണ്ണം. ഇപ്പോൾ കാണിച്ചാലേ ണ്ടല്ലോ. ഫ്രണ്ടില് വേറെ എന്താ ഫുള്ള് ഒരു വലിയ കാളുണ്ട്. അതിന്റെ ഇടയില് ഒരു കൊമ്പ് നോക്കി രണ്ടും കൂട്ടി നോക്കും. തേനി ടൗണ് വലിയൊരു ടൗണാണല്ലേ. മധുര എത്തിയിട്ടില്ല ഗൈസ്. മധുരയ്ക്ക് ഇനിയുണ്ട് 55 കിലോമീറ്റർ. അപ്പോൾ ഒരു ചായ പിടിക്കാൻ എത്തിയതാ. സമയം ഏകദേശം 7:30. ഇനിയിപ്പോൾ ഞങ്ങൾ മധുര എന്ന് ആദ്യം വിചാരിച്ച്. ആദ്യം ഞങ്ങൾ രാമനാഥപുരം എത്തണം എന്നാണ് വിചാരിച്ചത്. പിന്നെ അത് മധുരയ്ക്ക് എത്താൻ പറ്റില്ല സംശയം. ഇപ്പം അത് വീണ്ടും നമ്മൾ രാമനാഥപുരം പിടിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അറിയില്ല 10 മണിയാകുമ്പോഴേക്കും എത്തുമല്ലേന്ന്. ചായ ഒന്നും പറയാലോ കേട്ടോ, അടിപൊളി ചായ. ചലിപ്പിക്കല്ലേ ഇപ്പൊ വന്ന പോലെ സെറ്റ് പോളി. നമ്മള് നേരെ രാമനാഥപുരം അവിടെ പോയി നമ്മൾ ഇതാണ് ആണ്ടിപ്പട്ടി ചെലപ്പെട്ടി. ഇത് കൊമ്പപ്പെട്ടി, ഇത് വാവപ്പെട്ടി, ഇത് തങ്കപ്പെട്ടി, ഇത് മരിപ്പെട്ടി. ആദ്യം മുതലാട് ഞാൻ മധുരയിൽ എവിടെ നല്ല ഫുഡ് കിട്ടുന്ന അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നമ്മക്കാണെങ്കിൽ ഒന്നും പറ്റുന്നില്ല, ഒന്നും നല്ല കാണുന്നില്ല. ഗൂഗിളേ മധുര ഫുഡ് സ്ട്രീറ്റ് തുടങ്ങി. ഗൈസ്, നമ്മള് മധുരയിൽ ഒരു ഹോട്ടലിൽ കയറിയാണ് രാത്രി ഫുഡ് അടിക്കാനുള്ള പരിപാടിയായിട്ട്. ചിക്കൻ റൈസ് പറഞ്ഞിട്ടുണ്ട്. എന്താ എന്തോ മാറി. ടോട്ടലി ചേഞ്ച്. വി ആർ സ്റ്റേഡ് ഇൻ നൗ മധുരൈ. ഇപ്പൊ മധുരയിൽ സ്റ്റേ എടുക്കാനുള്ള തീരുമാനം. രാവിലെ അമ്പലത്തിൽ പോയിട്ട് പോവാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളെവിടെ പോകുന്നു? രാമനാഥപുരം, ധനുഷ്കോടി. രാമനാഥപുരം പിന്നെ പോണ്ടല്ലോ. ഞാൻ ധനുഷ്കോടി ആ വഴിക്കാണ് പോവാ. അവിടെ സ്റ്റേ ഉണ്ടല്ലോ. പക്ഷെ കുറെ ഓടേണ്ടി വരുടാ. രാവിലെ പിന്നെ 3.5 മണിക്കൂർ ഒരു 100 എത്ര 190
190 കിലോമീറ്റർ. മധുരയിൽ 190 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ധനുഷ്കോടിക്ക്. അപ്പൊ അത് രാവിലെ ഓടി തീർക്കണം. അതെങ്ങനെ ഓടുന്നുള്ള അറിയാത്ത എങ്ങനെ ഓടുന്നുള്ള ഇവൻ എങ്ങനെ ഉറങ്ങുന്നുള്ളതിന് ഞാൻ എങ്ങനെ ഇനി ഓടിക്കുന്നത്. ഇതാണ് ചിക്കൻ റൈസ്. സോസൊക്കെ ഉണ്ടല്ലോ, സോസൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? തങ്കു എങ്ങനുണ്ട്? അത് കഴിച്ചു നോക്കാം. കണ്ടോ ചിക്കൻ കൊത്തിയരിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ കൊത്തിയരിഞ്ഞിട്ടുണ്ട്. ഗൈസ് നമ്മൾ ഈ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഇത് മധുര ടൗണിൽ തന്നെയുള്ള ഹോട്ടലാണ്. നമ്മുടെ മനു പറഞ്ഞു ഇവിടെ മധുര വരെ വന്നിട്ട് മീനാക്ഷി ടെമ്പിളിൽ പോയില്ലെങ്കിൽ എങ്ങനെയാണ്. എന്നാൽ ശരി നമ്മൾ ഓക്കെ പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് മധുര സ്റ്റേ എടുക്കാം. എന്നിട്ട് രാവിലെ നേരത്തെ എണീറ്റ് അമ്പലത്തിലും തൊഴുത് നമുക്ക് നേരെ ധനുഷ്കോടിക്ക് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇപ്പോൾ റൂം സെറ്റാക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ നൈസാട്ടോ. അവർ കുറേ ഹെൽപ്പ് ചെയ്തു നമ്മൾ റൂം റെഡിയാക്കാൻ. ചീപ്പ് റേറ്റിൽ തന്നെ നമുക്ക് റൂം എടുക്കാൻ അവർ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. എന്തായാലും അടിപൊളി ആൾക്കാരാണ്, ഒന്നും പറയാനില്ല എന്തായാലും. അങ്ങനെ നമുക്ക് മധുരയിൽ റൂം സെറ്റാക്കിയിട്ടുണ്ട്. കുറേ നോക്കിയിട്ടാണ് നമുക്കൊരു റൂം കിട്ടിയത്. അപ്പോൾ റൂം കാണിച്ചു തരാം. കുറച്ച് അവിടെ നമുക്ക് നടന്നു തരട്ടോ. അവിടെ ഇതാണ് നമ്മുടെ റൂം. 4 പേര് സുഖമായിട്ട് കിടക്കാം. AC ഉണ്ട്. പക്ഷേ നമ്മൾ നോൺ AC എടുത്തുകൊണ്ട് അവരത് ഓഫാക്കി. എന്താ ഇപ്പം കാണിക്കുന്നത്? കാര്യങ്ങൾ. അപ്പം ഇതാണ് നമ്മുടെ റൂം. ഈ റൂമിന് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1200 അല്ലേ, 1200 സെറ്റാക്കി. അതാ 4 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട് നമ്മളൊക്കെ. ഗൈസ് അങ്ങനെ നമ്മുടെ റൂം ചെക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. രാവിലെ 5:30 ഇപ്പോൾ 5:30 ആവണം. അതിട്ടാണ് ഇത്ര നേരത്തെ നമ്മൾ റൂം ചെക്കൗട്ട് ചെയ്യണം. ശ്രീ സായി ഗസ്റ്റ് ഹൗസ്, ഇതിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത് കേട്ടോ. വാ ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. അണ്ണേ ഓക്കെ, താങ്ക് യു ഗൈസ്. നമ്മളിപ്പോൾ മധുര മീനാക്ഷി ടെമ്പിളിൻ്റെ പുറത്താണ്. ഉള്ളിലേക്ക് ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ പുറത്തിറങ്ങിയുള്ളൂ. ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറി തൊഴുത് പുറത്തിറങ്ങി. ഇവിടെ ഒരു ചായക്കട ഉണ്ട്, ചായ കുടിച്ചിരിക്കുക. അപ്പോൾ അതേ ഒരു ആൾ വരും നോക്കിയൊക്കെ കുലുങ്ങി വരണമൊക്കെ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല, നേരെ ധനുഷ്കോടിക്ക് ഒന്നും ആക്റ്റീവായിട്ടില്ല. കടകളൊക്കെ തുറക്കുന്നേ ഉള്ളൂ. കണ്ടോ എല്ലാം മൂടി വെച്ചിരിക്കുക. എന്തായാലും നമ്മൾ ഇവിടുന്ന് വിടുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ലേറ്റ് ആവും. ശരിക്കും അമ്പലത്തേക്ക് വരിക എന്നുള്ളത് നമ്മുടെ പ്ലാനിലേ ഉണ്ടായിരുന്നല്ല, പെട്ടെന്നൊക്കെ മാറി മറിഞ്ഞാണ്. അത് കാരണം 2 മണിക്കൂർ ലേറ്റായി. ഇനിയിപ്പോൾ 10 മണിയുടെ മുന്നേ ധനുഷ്കോടി എത്താൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പോൾ സമയം ഏകദേശം 7 മണിയാവാൻ 5 മിനിറ്റേ ഉള്ളൂ. എന്തായാലും ഞാൻ വിടാം. അങ്ങനെ നമ്മൾ ധനുഷ്കോടി ഹൈവേ കയറി കേട്ടോ. ഇനി ഒരേ പറപ്പിക്കൽ. ഇനി ഇവിടുന്ന് 185 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയണേ. ഇനി നമുക്ക് ഈ റോഡിനെ പറ്റി സംസാരിക്കാം. എൻ്റെ മോന് ഒരു രക്ഷയില്ലാത്ത റോട്ടോ, ഒന്നും പറയാനില്ല. ബൈക്കൊക്കെ ഓടിക്കാൻ എന്ത് രസമാണെന്നറിയോ. ഇവിടുന്ന് ആ ദൂരേക്കുള്ള വ്യൂ നോക്കിയൊക്കെ വണ്ടി ഓടിക്കാൻ എൻ്റെ മോനെ സ്വർഗ്ഗം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ റോഡ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒന്നും പറയില്ല, അത്ര അടിപൊളിയായിരിക്കും. ഇതിപ്പോൾ എവിടെ കറക്റ്റ് അറിയില്ല. ഇവിടുന്ന് ഇങ്ങനെ ഉണ്ട് ഒരു 120 കിലോമീറ്റർ ധനുഷ്കോടിക്ക്. നമ്മൾ എണ്ണ ഏകദേശം മിന്നാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എണ്ണ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കയറിയതാണ്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്, മൂഞ്ചൊന്നും അറിയില്ല. നമ്മളെല്ലാണെങ്കിൽ കവർ മാത്രമേ ഉള്ളൂ. പെട്ടെന്നുള്ള പോക്ക് ആയതുകൊണ്ട് കോട്ടം സെറ്റാക്കാൻ പറ്റിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയതാണ്.
പിന്നെ ഇവിടുന്ന് ഇനിയുണ്ട് ഒരു 85 കിലോമീറ്റർ. 85 അല്ലേ? ആ രാമേശ്വരത്തേക്ക് അവിടുന്ന് കേട്ടോ. രാമേശ്വരത്തേക്ക് 62 ഉള്ളൂ. ഇപ്പോൾ നീ പോണല്ലോ. ഏകദേശം 85ഓളം ഉണ്ട് ഇവിടുന്ന്. കെട്ടണമെങ്കിൽ കെട്ടാം. ഇപ്പം നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ ഇനി പാമ്പൻ ബ്രിഡ്ജൊക്കെ എത്താൻ കുറച്ചും കൂടി കിലോമീറ്റർ മാത്രം പോയാൽ മതി. ഇത് കണ്ടോ, രണ്ട് സൈഡിലും വരി വരിക്ക് കരിമ്പനകൾ നമ്മുടെ പാലക്കാടൊക്കെ ഉള്ള പോലെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ. നല്ല ഭംഗിയുണ്ട് എന്തായാലും. ഗൈസ്, നിങ്ങളാ കാളയുടെ കൊമ്പിൻ്റെ വലിപ്പം കണ്ടോ? ഞാൻ ആദ്യമായിട്ടോ ഇത്ര വലിയ കൊമ്പുള്ള കാളയെ കാണണേ. ഇനിയിപ്പോൾ അത് വെപ്പ് കൊമ്പാണോ എന്ന് അറിയില്ല കേട്ടോ. എന്തായാലും കൊള്ളാം. ഇപ്പം നമുക്ക് റൈറ്റ് സൈഡിൽ കടൽ കണ്ട് തുടങ്ങിട്ടോ. ഒന്നും പറയല്ല, കിടിലം വ്യൂ. ഇവിടെ റൈറ്റിക്ക് തന്നെ ഒരു വഴിയുണ്ട് ബൈക്കൊക്കെ ഇറക്കാൻ പറ്റിയത്. അപ്പം നമ്മൾ അങ്ങോട്ട് ബൈക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് വണ്ടി തിരിക്കുകയാണ് ഇപ്പോൾ. അവന്മാർക്ക് അറിയില്ല, അവർക്ക് അറിയില്ല. നീ ഇറങ്ങിപ്പോയി. അപ്പൊ അവരെന്ത് ചെയ്യപ്പോ? എന്തൊരു തെളിഞ്ഞ വെള്ളാലേ. അയ്യോ, തൂക്കപ്പാ. എന്റെ വണ്ടി മണ്ണിനടിയിൽ പോയി പൊന്നിപ്പോയേ. അപ്പൊ ഞങ്ങളിപ്പോ ധനുഷ്കോടി എത്തിയില്ല. ഇപ്പൊ പാമ്പൻ പാലത്തേക്ക് ഇനിയുണ്ട് ഒരു 5 കിലോമീറ്റർ. അപ്പൊ ജസ്റ്റ് ഇവിടെ ഒരു കടല് റോഡ് സൈഡിൽ നിന്ന് കണ്ടപ്പോ ജസ്റ്റ് സൈഡാക്കിയാണ് നോക്കിയൊക്കെ. നല്ല കേട്ടില്ല വ്യൂ. ഞങ്ങള് വണ്ടി ഇവിടെ എടുത്താ ഒന്നും നോക്കിയില്ല. അപ്പൊ ഇനി ഇവിടുന്ന് അമ്മരവിടെ വെയിറ്റ് ചെയ്തൊരു കാറിയും കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങോട്ട് പോട്ടെ. അത് കഴിഞ്ഞ് പാമ്പൻ പാലത്തിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. പോട്ടെ. പുഷ്പ 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 പുഷ്പ. അങ്ങനെ നമ്മൾ പാമ്പൻ പാലത്തിലോട്ട് കയറിട്ടോ. ഇപ്പം നമ്മൾ പാമ്പൻ ബ്രിഡ്ജിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കണേ. അപ്പോൾ 2 സൈഡും നല്ല കിടിലം വ്യൂ ആണ്. അപ്പം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി സൈഡാക്കിയിട്ട് സംസാരിക്കാം. നമ്മുടെ മനുവും കമ്പനിയോടെ വെയിറ്റ് ചെയ്യണ്ടേ. അവർ കുറച്ച് നേരം അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അങ്ങോട്ട് വാ. വെള്ളത്തിന്റെ കളർ നോക്കപ്പോ അല്ലേ. കടല് പറഞ്ഞ കടലല്ലേ. അപ്പോൾ ഇതാണ് പാമ്പൻ പാലം. ഏകദേശം 2 കിലോമീറ്ററോളം നീളമുണ്ടെന്നാണ് പറയണം. ഇതേ അപ്പുറത്ത് ബോട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പുറത്താണ് നല്ല ശാന്തമായ കടൽ. ഇവിടെയാണ് ഇപ്പം അടുത്ത് മറ്റേ നമ്മുടെ മൂജയൊക്കെ ഉദ്ഘാടിച്ചില്ലേ, നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് ബ്രിഡ്ജ്. ഇതാണ് കേട്ടോ. ഈ കാണുന്നത് പഴയ സാധനം. ഇതിങ്ങനെ നടുവിൽ നിന്ന് മേലോട്ട് ഇങ്ങനെ പൊന്തി വരുന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇപ്പം ഉള്ളത് അപ്പുറത്തുണ്ടാക്കി വെച്ച അത് മൊത്തത്തിൽ നേരെ മേലോട്ടം കൂടെ പൊന്തു. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ സെറ്റപ്പ്. കൊള്ളാല്ലേ സെറ്റപ്പ്? എന്താ പാലം. അവിടെ ഒരു ബോട്ട് ദൂരെ ഉള്ള ചിത്രം വരച്ച പോലെ കിടക്കുന്നുണ്ട് അനങ്ങാടെ. കടലൊന്നും ഇളകുന്ന പോലും ഇല്ല. ഇപ്പുറത്തെ സൈഡിലെ വ്യൂ കൂടി കാണിച്ചാലേ. ഇവിടെ ബോട്ട് കിടക്കുന്ന നോക്കിയിട്ട് എന്താല്ലേ നൈസ് വ്യൂ. കൊള്ളാല്ലേ. ഇവിടെ ഫുള്ള് മറ്റേ ഹാർപ്പ് തോന്നുന്നില്ലേ, ഫിഷിന്റെ ഹാർബറാണ്. ഹാർബറാണ് പരിപാടി ഉണ്ട്. കളർ നോക്ക്, എന്താ കളർ അല്ലേ. എന്താ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ പാലത്തിന്റെ വിശേഷങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മുടെ പഴയ പാലം, അതാണ് ഇപ്പൊ ഉണ്ടാക്കിയ പുതിയ പാലം. അതാണ് മറ്റേ ടെമ്പിൾ എന്ന് തോന്നുന്നു. ഇതാണ് ഇപ്പൊ രാമേശ്വരം. രാമേശ്വരം ടൗൺ ഇപ്പൊ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിനി നേരെ ധനുഷ്കോടിക്ക്. ടൗണിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മള് ലേറ്റ് ആയി. നമ്മൾ വിചാരിച്ച സമയത്തൊക്കെ കൂടുതൽ ലേറ്റ് ആയി. നമ്മൾ അവിടെ ഇവിടെ ഒക്കെ കയറി പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇറക്കാതിരിക്കാനും തോന്നില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ഇനിയിപ്പോ നേരെ എന്തായാലും ധനുഷ്കോടി പോട്ടെ.
ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡും മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഏരിയയ്ക്ക് എത്തിയിട്ടുണ്ട്. കാണുന്നില്ല, നല്ല ഭംഗിയാട്ടോ. നല്ല കാറ്റെടുക്കുന്നുണ്ട്, നല്ല കാറ്റ്. രണ്ട് സൈഡും കടലായി ഗൈസ്, രണ്ട് സൈഡും കടലായി. പ്രോപ്പർ വ്യൂ കിട്ടുന്ന ഏരിയ എത്തിയിട്ടില്ല. എന്താ കിട്ടില്ല, റോഡ് ഒന്നും പറയാനല്ല. എന്തായാലും പോലീസ് എത്തുമ്പോ റോഡ് രക്ഷയില്ലാട്ടെ, ഒന്നും പറയാനല്ല. ഞാൻ ഒരു കാറിനാണ് രാത്രി ഇങ്ങനെ എന്താ രസം. ഇത് കണ്ടോ, റൈറ്റ് സൈഡിൽ ഓലം വാങ്ങിയ ചെറിയ കുടിലുകളൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ. ഇതിലൊക്കെയാണ് കേട്ടോ ഇവിടെയുള്ള ആളുകളൊക്കെ താമസിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുന്നപ്പോൾ കുറച്ച് കച്ചവടങ്ങളൊക്കെ ഉള്ള ഏരിയ ആയിട്ട് എത്തി കേട്ടോ. ഇവിടെ റൈറ്റ് സൈഡിലൊരു കടലിൻ്റെ വ്യൂ കാണുന്നൊരു ഭാഗമൊക്കെ ഉണ്ട്. ഇവിടെ അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഏരിയ ആണിത്. അങ്ങനെ നമ്മൾ ഫൈനലി ധനുഷ്കോടി എത്തി. എന്താ ഭംഗി നോക്കും, രണ്ട് സൈഡും കടല്, നല്ല കിടിലൻ കാറ്റും. റോഡാണെങ്കിലും ഒരു രക്ഷയില്ലാത്ത റോഡ്. നമ്മൾ കുറേ നാളായി വിചാരിക്കുന്നു ബൈക്കിൽ ഇങ്ങനെ റൈഡ് അടിക്കണം എന്ന്. ധനുഷ്കോടി മുമ്പ് പണ്ട് കാറിൽ വന്നിട്ടുണ്ടെങ്കിൽ ബൈക്കിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ വരാൻ പറ്റിയത്. ആരെങ്കിലും ഇങ്ങനെ ബൈക്കിൽ വരണം എന്ന് വിചാരിച്ച് പിന്നീട് മാറ്റി വെച്ച് ചിലരൊക്കെ ഒരുപാട് പേര് അങ്ങനെ നീണ്ടുപോയിണ്ടാവും, ചിലർ വിട്ടുപോയിണ്ടാവും. അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ മിസ് ചെയ്യേണ്ടാത്തൊരു കിടില സ്പേസാണ്. ഈ വന്നിട്ടുണ്ടല്ലോ, ഒരിക്കലും വെറുതെ ഇല്ല. അത്ര നല്ല എക്സ്പീരിയൻസ് ആണ് നമുക്ക് റൈഡ് കൂടെ കിട്ടുന്നത്. എന്തായാലും ഒരുപാട് ഇഷ്ടമായി. ബൈക്കിൽ വരണമെന്ന് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഇവിടെ എത്തിപ്പെടാൻ പറ്റിയത്. നല്ല കാറ്റടിക്കുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് കാറ്റെല്ലാം അടിക്കാറുണ്ട്. വെയിലിൻ്റെ ചൂട് വല്ലാണ്ടാണ് അറിയുന്നില്ല. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട്, അതായത് തേർഡ് പാർട്ടായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെയായിരിക്കും എല്ലാവർക്കും ബൈ.